4 പേർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി 16 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര പേർ വേണം? M1 D1 M2 D2 എന്ന ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. M എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം, D എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ എണ്ണം. നമുക്ക് ആദ്യത്തെ സെറ്റ് ആളുകൾ 4 പേർ ഒരു ജോലി 12 ദിവസം. നമ്മളുടെ ആളുകളുടെ എണ്ണത്തിന് 4 ഗുണിക്കണം 12 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി 16 ദിവസം. അതേ ജോലി ആയതുകൊണ്ട് നമ്മളോട് ഈക്വൽ ടു എടുത്ത് തമ്മിൽ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഇവിടെ M2 ഇവിടെ ചെയ്യേണ്ട ആളുകളുടെ എണ്ണം നമ്മൾ കണ്ടിട്ട് നമുക്ക് അറിയില്ല. 16. ഇനി ഇങ്ങനെ 4 പേര് 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എത്ര പേര് 16 ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് ചോദിച്ചത്. M2 കണ്ടുപിടിക്കേണ്ടി 4 × 12. ഇവിടെയുള്ള 16 അടിയിലായിട്ട് വരും. ഇവിടെ 16 = M2. ഈ 4നെയും 16നും കട്ട് ചെയ്യാം. 4 വട്ടം 16, ഈ 4ന് ഈ 12നും കട്ട് ചെയ്യാം. 4 3 12. നമ്മുടെ ആൻസർ 3 പേര്. അപ്പോൾ 4 പേർക്ക് 12 ദിവസം കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ 3 പേരാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അത് 16 ദിവസം കൊണ്ടേ തീരുകയുള്ളൂ. 2 പേർ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര പേർ വേണം? നമുക്ക് ആദ്യത്തെ ടീമിൽ 2 പേര് 10 ദിവസം കൊണ്ട് ചെയ്തെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സെറ്റ് നോക്കുകയാണെങ്കിൽ ജോലി 5 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണം? നമുക്ക് ആളുകൾ എണ്ണാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ M1 D1 M2 D2. ആദ്യത്തെ ആള് 2 ഗുണിക്കണം 10 = M2 × 5. M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ സെറ്റിലെ ആളുകളുടെ എണ്ണം 2 × 10 7 5. 5 10 2 തവണ പോകും. 2 2 4. നമ്മളെ ആൻസർ 4. 4 ആളുകൾ ഉണ്ടെങ്കിൽ ഈ ജോലി 5 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 300 പട്ടാളക്കാർക്ക് 90 ദിവസത്തേക്കുള്ള ആഹാരമുണ്ട്. 150 പട്ടാളക്കാർ അധികമായി വരികയാണെങ്കിൽ ഈ ആഹാരം എത്ര ദിവസത്തേക്ക് തികയും? ഇത് കാണുന്ന ലൊക്കേഷൻ M1 D1 M2 D2. നമുക്കിവിടെ ആദ്യത്തെ കേസ് 300 പട്ടാളക്കാരുണ്ട്, 90 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. അപ്പം ഇവിടെ M1 300, D1 90. നമുക്ക് അടുത്ത കേസ് 150 പട്ടാളക്കാർ അധികമായി വന്നു. M2 എന്ന് പറയുന്നത് 150 പട്ടാളക്കാർ അധികമായി വന്നാൽ 300 + 150, അത് 150 പട്ടാളക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള ആഹാരം എത്ര ദിവസത്തേക്ക് തികയുമെന്നാണ്. അപ്പം നമ്മളെ M1D1 M2D2 പ്രകാരം 300 × 90 = M2 450 × D2. D2 കണ്ടുപിടിക്കും. നമുക്ക് 300 ഗുണിക്കണം 90 ÷ 450 D2. ഇവിടെ നമുക്ക് ഈ 0യും കട്ട് ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം 9 × 5 ആണെങ്കിൽ 45. അപ്പോൾ 9 40 കട്ട് ചെയ്ത് 5. ഇനി ഇവിടെ നമുക്ക് 300-ൽ എത്ര 5 ഉണ്ട് നോക്കാം. നമുക്ക് 30-ൽ എത്ര 5 എന്ന് അറിയാം. 6 5 ആണ് 30. അപ്പോൾ ഇവിടെ 60. നമ്മുടെ ആൻസർ 60. 60 ദിവസത്തേക്ക് ഈ ഫുഡ് ഉണ്ടാവുള്ളൂ. A ഒരു ജോലി 30 ദിവസം കൊണ്ടും B അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ അവർ 2 പേരും ചേർന്ന് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? ഇവിടെ എയും ബിയും എന്ന് പറഞ്ഞ 2 ആളുകളുണ്ട്. ഇവർ 2 പേരും ഒരുമിച്ച് ചെയ്യുന്ന ജോലിയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എ ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും, ബി 20 ദിവസം കൊണ്ട് ചെയ്യും. ഇനി അവർ 2 പേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചത്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ xy/x + y എന്നൊരു ഇക്വേഷൻ
അടിച്ചു വെച്ചാൽ മതി. ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ എ ഒരു ജോലി ഒരു ദിവസം ഉണ്ട്. അപ്പം നമ്മൾ എ ചെയ്യുന്ന ജോലി 1/x ആണ്, ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/x ആയിട്ടും ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/y ആയിട്ടും എടുക്കും. പിന്നെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ വൈ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് വൈ എന്നാണ് ഇടുക. നമുക്ക് കിട്ടുന്ന ആൻസർ ഇതിന് നേരെ വിൽക്കണമായിരിക്കും. നമ്മൾ ഡയറക്റ്റ് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എഴുതി വെച്ച് എന്നുള്ളത്. അപ്പോൾ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ദിവസം 30 ദിവസം 20 ദിവസം. ഇതാണ് എക്സും ഇതാണ് വൈയും. അപ്പം നമ്മൾ ഒന്നിനെ എക്സ് ആയിട്ട് ഒന്നിനെ വൈ ആയിട്ട് എടുക്കാം. എക്സ് ഇൻറ്റു വൈ ആണ് ആദ്യം 20 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 20 പ്ലസ് 30. 20 ഇൻറ്റു 30 600. 20 30 കൂട്ടിക്കഴിഞ്ഞാൽ 50. ഇപ്പം സീറോയും സീറോയും കട്ട് ചെയ്ത് 60-5 12 ഇതാണ്. അപ്പോൾ 12 ദിവസം എടുക്കും നമുക്ക് രണ്ടാളും കൂടി ഒരുമിച്ച് ഇത് തീർക്കണമെങ്കിൽ. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒരു ജോലി 40 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരും ഒരുമിച്ച് ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷനാണ് എക്സ് വൈ ബൈ പ്ലസ് വൈ 10 ഇൻറ്റു 40 ഡിവൈഡ് ബൈ 10 പ്ലസ് 40. എക്സ് വൈ ആരെ വേണമെങ്കിലും 10നെ എക്സ് ആക്കിയിട്ട് എടുക്കാം, 40നെ വൈ ആക്കിയിട്ട് എടുക്കാം, തിരിച്ചു എടുക്കാം. 400 ഡിവൈഡ് ബൈ 50 കട്ട് ചെയ്തു 8. നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ 8 ദിവസം വേണമെന്ന് മനസ്സിലായി. എ ഒരു ജോലി 30 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും സി അതേ ജോലി 10 ദിവസം കൊണ്ടും തീർക്കും. ഇവർ 3 പേരും എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും? നേരത്തെ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസിലൊക്കെ 2 സെറ്റ് ഓഫ് ആൾക്കാരെ തമ്മിലാണ് കമ്പയർ ചെയ്തിരുന്നത്. ഇതിലിപ്പോൾ 3 സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 ആളുകളുണ്ട്. അപ്പോൾ ഇത് കാണാനുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ ആവശ്യമുള്ളവർക്ക് അത് വെച്ച് ചെയ്യാം. പക്ഷേ ഇനി വരുന്ന ഓരോ കേസിൽ നമ്മൾ LCM മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. LCM മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് LCM എങ്ങനെയാണ് കാണുക എന്നുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ കുറേ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിവിടെ തന്നിരിക്കുന്ന വാല്യൂസ്. എ ഒരു ജോലി 30 ദിവസം കൊണ്ട്, ബി ഒരു ജോലി 15 ദിവസം കൊണ്ട്, സി ഒരു ജോലി 10 ദിവസം കൊണ്ട്. ഈ 3ൻ്റെയും LCM നമുക്ക് വേണം. അപ്പം ഈ 10 30 പോകും നമുക്കറിയാം. ഓക്കെ, ഈ 15 30 പോകും. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാ? 30. ഹയസ്റ്റ് വാല്യൂവിൽ തന്നിരിക്കുന്ന ബാക്കി 2 നമ്പേഴ്സും ഹയസ്റ്റ് വാല്യൂവിനെ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് LCM 30 തന്നെയാണെന്ന് എടുക്കാം. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരാം. ഇവിടെ എ എന്ന് എഴുതാം. എ ഒരു ജോലി 30 ദിവസം, ബി ഒരു ജോലി 15 ദിവസം, സി ഒരു ജോലി 10 ദിവസം കൊണ്ട്. ഇവർ 3 ആളും കൂടി ഒരുമിച്ച് എത്രയാണ് നമ്മൾ ചോദിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് നമ്മൾ LCM ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി LCMനെ കൊണ്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 30നെ ഞാൻ ഈ LCM കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ആൻസർ 1 ഞാൻ ഇവിടെ എഴുതി. ഇനി ഇവിടെയുള്ള 15 ഈ LCM കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 2 കിട്ടി. ഇവിടെയുള്ള സീനെ ഞാൻ LCM കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10നെ 30 നമുക്ക് 3 കിട്ടി. സത്യത്തിൽ ഇവിടെ ഒരു എഫിഷ്യൻസി ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി 3 നമ്മൾ ആഡ് ചെയ്യാം. 1 2 3 3 6. നമുക്ക് ഒരു 3 പേരും കൂടി ആ ജോലി ചെയ്തിരുന്നു 6 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ LCMനെ കൊണ്ട് ഈ ടോട്ടൽ കിട്ടിയ വാല്യൂനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പം 30 ഡിവൈഡഡ് ബൈ 6. നമ്മുടെ ആൻസർ 5. ഒരു 3 പേരും കൂടി 5 ദിവസം കൊണ്ടാണ് ആ ജോലി ചെയ്ത് തീർക്കുക. നമുക്ക് ഒരു സെയിം ക്വസ്റ്റ്യനും കൂടി നോക്കാം. PSCയുടെ സ്ഥിരം കഥാപാത്രങ്ങളായ രാജു
15 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. രാധ ആ ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. രാമു ആ ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ഇവർ 3 പേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീർക്കും? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇവിടെ 15, 12 ദിവസം, 10 ദിവസം. നമ്മളിവിടെ എൽ സി എം മെത്തേഡാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എൽ സി എം കാണും 10, 12, 15. അപ്പോൾ ആദ്യത്തെ വലിയ നമ്പർ ഏതാണ് നോക്കാം. വലിയ നമ്പർ 15. 15ന് ഇവൻ 10നെ കൊണ്ടോ 12 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. പറ്റില്ല. അപ്പോൾ നമുക്ക് 15 നേരെ ഡബിൾ ഞാൻ എടുത്തു, 30 എടുത്തു. 30 നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 30ൻ്റെ ഡബിൾ വീണ്ടും എടുത്തു, 60. 60 നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമ്മൾ എൽ സി എം ഇവിടെ 60 കിട്ടി. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ഈ നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് എൽ സി എം ഒറ്റയടിക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എൽ സി എം 60 എടുത്തു. ഇത് നമ്മളിവിടെ രാജു, രാധ, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ട് എഴുതാണ്. സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പോകാം. 15 ദിവസം, 12 ദിവസം, 10 ദിവസം. ഞാൻ എൽ സി എമ്മിന് ഓരോന്നിനെ കൊണ്ട് എൽ സി എമ്മിന് 15നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4, 15, 60. 12നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5, 12, 60. 10ന് 6. ടോട്ടൽ ആഡ് ചെയ്താൽ 6, 4, 10, 5, 15ആണ് നമുക്ക് എഫിഷ്യൻസി. ഇനി നമുക്ക് നമ്മളെ എൽ സി എം ആയ 60ന് ഞാൻ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 4 കിട്ടും. 4 ദിവസം വേണം ഒരുമിച്ച് ഇവർക്ക് ഈ ജോലി തീർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സെയിം മെത്തേഡുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് എന്ന് പറഞ്ഞ ആൾ ഒരു ജോലി 10 ഹവർ കൊണ്ട് തീർക്കും. വൈ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ജോലി 15 ഹവർ കൊണ്ട് തീർക്കും. സെഡ് എന്ന് പറഞ്ഞ ഒരാൾ ആ ജോലി 30 ഹവർ കൊണ്ട് തീർക്കും. എങ്ങനെയാണെങ്കിൽ എക്സും വൈയും സെഡും കൂടി ഒരുമിച്ച് ആ ജോലി എത്ര ഹവർ കൊണ്ട് ചെയ്തു തീർക്കും? ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് എൽ സി എം മെത്തേഡ് വെച്ച് ചെയ്യാം. നമുക്ക് എക്സ് 10 ദിവസം, വൈ 15 ഹവർ, സെഡ് 30 ഹവർ. ഇവിടെ നമുക്കറിയാം എൽ സി എം, കാരണം ഏറ്റവും വലിയ നമ്പർ 30. 30നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് എൽ സി എം നമുക്ക് 30 ആണെന്ന് എടുക്കാം. ഇനി എക്സിന്റെ വാല്യൂ, എക്സിന്റെ 10 അവർ, വൈ 15 അവർ, സെഡ് 30 അവർ. ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വരച്ചു. ഈ 10നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ 3. 15നെ 30 കൊണ്ട് എൽ സി എം കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 2. സെഡിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് 1. ഇവിടെ ടോട്ടൽ 6. നമ്മൾ എൽ സി എമ്മിനെ, എൽ സി എം ആയ 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ടോട്ടൽ കിട്ടിയ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 ഹവർ എന്ന് നമുക്ക് ആൻസർ കിട്ടും.